കുറേ ദിവസമായല്ലേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നോർത്ത് കരോലിനയിലെ വീഡിയോസൊക്കെ ഇങ്ങനെ നീണ്ട് പോയത് കാരണം പുതിയ വർഷത്തിലേക്ക് കടന്നതിന് ശേഷം നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സൗമ്യയാണ് കേട്ടോ. പ്രഭാതം ഇങ്ങനെ പൊട്ടി വിടരുന്നു എന്നൊന്നും ഞാൻ പറയണില്ല, കാരണം പൊട്ടി വീണിട്ട് കുറേ നേരമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കണത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലി, ചട്നി ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കിങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഈ ബാൽക്കണിയൊക്കെ വരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. നല്ല ഇങ്ങനെ ഫുള്ള് ജനാലകളൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല വെട്ടവും വെളിച്ചവും കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ മഞ്ഞ് വീഴണ സമയത്താണ് കേട്ടോ. നമുക്കിങ്ങനെ പുറത്തേക്കൊക്കെ നോക്കുമ്പോഴേ നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാനായിട്ട്. പിന്നെ എപ്പോഴും ഒരേ കാഴ്ചകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ബോറടിക്കുമല്ലോ, അതുകൊണ്ടാട്ടോ കൂടുതൽ അത്തരം കാഴ്ചകളൊന്നും കാണിക്കാത്തത്. ഈ ന്യൂ ഇയർ ആയിട്ട് ഞാനങ്ങനെ വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരോലിന വിശേഷങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ന്യൂ ഇയറിന് ന്യൂയോർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് 31 അല്ലായിരുന്നു, 30 നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോസൊക്കെ എന്തായാലും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യണതാണ്. പിന്നെ എല്ലാം ഒരേപോലത്തെ ട്രാവൽ വീഡിയോസ് ആകുമ്പോഴത്തേനും ഒരു ബോറിംഗ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഴിക്കട്ടെ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് ഞാൻ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കിരുന്നാണ് ടി വി ഒക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ആസ്വദിച്ചിരുന്നാണ് നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണത്. നമ്മളങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പാത്തൂന് ഉച്ചക്ക് 12:30 വരെ ഉള്ളൂ കേട്ടോ ക്ലാസ്. അപ്പോൾ ആ പാത്തൂനെ വിളിക്കാൻ വേണ്ടി നമ്മൾ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ഉള്ള ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ നല്ല തണുപ്പുണ്ടെന്നേ, വെയിലും ഉണ്ട് തണുപ്പും ഉണ്ട്. അതാണ് അതേ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ വെയിൽ കണ്ടില്ലേ, വെയിലിന് കുറവൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ തണുപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വന്ന് നിൽപ്പുണ്ട്, പേരൻസൊക്കെ. അപ്പോൾ നമുക്കും ഇവിടെ നിൽക്കാട്ടോ, ബസ് വരും, പിള്ളേർ വന്നതൊക്കെ കാണാം. ഈ പിള്ളേരെ സ്കൂൾ വിട്ട് ഇങ്ങനെ ബസ്സിന് വരുന്നത് വിളിക്കാൻ പോണതൊക്കെ ഞാൻ കുറേ വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുമ്പോൾ നമ്മൾ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആകെ കാണിക്കാൻ ഇത്തരം കാഴ്ചകളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് മൊത്തത്തിലിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാർക്കുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്ത് ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്ന് വെച്ചുകൊണ്ട് ഞാൻ എപ്പോഴും ജിമ്മിൽ പോകണ ആളൊന്നുമല്ല. അപ്പോൾ അതെ നമ്മളങ്ങനെ ബസ്സൊക്കെ വന്നിട്ടുണ്ട്. 3 ബസ്സാണ് കേട്ടോ ഈ പാത്തൂൻ്റെ സ്കൂളിലേക്കുള്ളത്. 3 ബസ് പിള്ളേരുണ്ടെന്ന് ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അതിന് മാത്രം കുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഒരേ ക്ലാസ്സൊന്നുമല്ല, 4 വരെയാണല്ലോ പാത്തൂൻ്റെ സ്കൂളുള്ളത്. അപ്പോൾ 4 വരെയുള്ള കുട്ടികളൊക്കെ ആണ് ഈ ഒരു 3 ബസ്സിലായിട്ട് വരുന്നത്. ചിലപ്പോൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ വേറെ ഡിവിഷനിലുള്ളവരായിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പേരൻസൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇന്നെന്തോ നേരത്തെ ആണ്ടോ പിള്ളേർ വന്നേക്കണത്, അല്ലെങ്കിൽ വൈകിട്ടാവും വരുമ്പോഴത്തേനും. ഇന്നെന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉച്ചക്ക് നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ബസ് വരുന്നതുകൊണ്ട് ഭയങ്കര സുഖം കേട്ടോ. നമുക്ക് അധികം അങ്ങനെ ദൂരത്തേക്കൊന്നും പോകണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുമല്ലോ. പിന്നെ മാത്രമല്ല പിള്ളേർക്കാണെങ്കിലും തന്നെയൊക്കെ വേണമെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് വരാനും ഒക്കെ എളുപ്പമാണ്. അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മിക്ക പിള്ളേരും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ കുറച്ചങ്ങോട്ട് നടന്ന് പോകാനുള്ളവരൊക്കെയാണ് ഇവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണതൊക്കെ. ഇപ്പം ഞാനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ റാസോ അങ്ങനെ മാറിയാണ് കേട്ടോ പാത്തുവിനെ വന്ന് വിളിക്കാറുള്ളത്. നീ ഏതിലായിരുന്നു? ഫസ്റ്റ് ദിവസിലാ? ഏത്? അങ്ങടിച്ചല്ലേ? അതാണ് ഫ്രണ്ട്. എന്താ പേര്? ഇഷ്ക. ഹായ്. ഫ്രണ്ട്സ്
പാത്തു ഇവിടെ വന്നിട്ട് ഓരോ ഫ്രണ്ട്സിനെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കുണ്ട് ഫ്രണ്ട്സ് ഒന്നും. ബസ് ഇറങ്ങിയാലും ഒട്ടും നിൽക്കാൻ നേരമില്ലാന്ന് എല്ലാം ഓട്ടോണ്. അതാരണം ഒന്നും നിന്ന് മര്യാദ പരിചയപ്പെടാനോ ഒന്നും ഇതുവരെയും പറ്റിയിട്ടൊന്നുമില്ല. എന്തായാലും എപ്പോൾ ബസ് ഇറങ്ങിയാലും പാത്തും ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ആരും മറന്നു പോകരുതേ. അപ്പോൾ പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.